ഒൻപതാം ക്ലാസ്സുകാരിയ ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ 3 ദിവസമായിട്ട് അവന്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ +1 പഠിക്കുന്ന ആ കുട്ടിയുടെ ചേട്ടത്തിക്ക് അറിയാമായിരുന്നു ഈ സംഭവം. 9ാം ക്ലാസ്സുകാരിയുടെ കട്ടിലിനടിയിൽ 3 ദിവസത്തോളം കാമുകൻ. സഹായത്തിന് സ്വന്തം ചേച്ചി, +1 പഠിക്കുന്ന ചേച്ചി. വിശദമായി പറയാം. അതിനു മുമ്പ് കരിവാരക്കുണ്ട് മലപ്പുറത്ത് 16കാരൻ 14കാരിയെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ ആ വാർത്ത എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഒട്ടുമിക്ക മലയാളികളെല്ലാവരും കേട്ട് ഞെട്ടിയ ഒരു വാർത്തയാണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊട്ട് മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ അവസാനവും ഞാൻ ഈ ഒരു വിഷയം ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കാരണം ഏതൊരു വീഡിയോ ഇന്ന് ചെയ്യാൻ എടുത്താലും ഈ ഒരു സാധനം ഒന്ന് ഇടയ്ക്ക് ഓർമ്മ വരും. 16കാരൻ 14കാരിയെ മൊബൈൽ ഫോൺ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തിനാടെ ഇന്ന് മൊബൈൽ ഫോൺ? കൊറോണ സമയത്ത് വന്നതാണ് ഈ ഒരു പരിഷ്കാരം, അതായത് കുട്ടികളുടെ കയ്യിൽ ഫോൺ. ഓക്കെ, കൊറോണ സമയത്ത് അത് അത്യാവശ്യമായിരുന്നു. കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇനി എന്തിനാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് നിങ്ങൾ ഫോൺ കൊടുക്കുന്നത്? എൻ്റെ ആദ്യത്തെ ചോദ്യമായത്. എന്തിന്? അതുപോലെ തന്നെ സ്കൂൾ വിട്ട് ഈ കുട്ടികളൊക്കെ, അത് ആണും ആയിക്കോട്ടെ പെണ്ണും ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, വീട്ടിലേക്ക് വരാൻ താമസിക്കുമ്പോൾ പണ്ടൊക്കെ നല്ല പത്തൽ വെച്ച് കിട്ടുമായിരുന്നു, നല്ല താങ്ങ്. ഇന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അങ്ങനെ താങ്ങാറുണ്ടോ? ഒരുപാട് അച്ഛനമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. താങ്ങേണ്ട സമയത്ത് മക്കളെ താങ്ങണം, മനസ്സിലായോ? അത് നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അധ്യാപകർക്കും ഇന്നൊരു പരിധിയിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ പണി പാടും. കാരണം ചിലവന്മാർ ഈ ഭ്രാന്ത് പിടിച്ച അധ്യാപകന്മാരുണ്ടേ, അവന്മാർ ഏത് രീതിയിലാണ് പിള്ളേരെ ഉപദ്രവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പണി കിട്ടും. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് സ്വന്തം മക്കളെ അച്ഛനമ്മമാർക്ക് തല്ല. ഒരു പരിധി വരെ, ഒരു പരിധിയിൽ കൂടുതലൊന്നും വേണ്ട. വല്ലപ്പോഴും 2 തല്ലൊക്കെ കൊടുത്ത് തന്നെ വളർത്തണം മക്കളെ. അങ്ങനെ തന്നെ ഞാൻ പറയും. വല്ലപ്പോഴും, സ്ഥിരമല്ല. മറ്റേ മാനസികമായിട്ട് അങ്ങനെയൊന്നും അല്ല. ചില തെറ്റുകൾ സ്കൂളിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരണം. ആ ഒരു പരിപാടി, അല്ലെങ്കിൽ അത് വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി ലേറ്റ് ആയാൽ ഓക്കെ. ഈ സ്ഥിരം ലേറ്റ് ആയാൽ എന്തിന് ലേറ്റായി എന്ന് ചോദിക്കണം. പ്രോപ്പറായിട്ട് ഉത്തരം തരുന്നുണ്ടോ കുട്ടികൾ എന്നൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒന്ന് അന്വേഷിക്കണം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ. പിള്ളേർ പറയുന്നതൊക്കെ സത്യമാണോ? ബസ് കിട്ടാൻ താമസിക്കുന്നതാണോ? അതോ ബസ്സിൽ കയറാത്തതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. പ്രത്യേകിച്ച് ഇന്ന് വരുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. പല തരത്തിലുള്ള വാർത്തകളാണ്. ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു കേസില്ലേ, ഈ 9ാം ക്ലാസ്സുകാരിയുടെ കട്ടിലടിയിൽ ഒരുത്തൻ 3 ദിവസത്തോളം, കുറച്ച് കാലങ്ങളായി. ആ വാർത്ത ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്ന് ഇങ്ങനെയൊക്കെ ഒരു കേസ് നടക്കുമ്പോൾ, ഇത്രയും കേരളം ഉറ്റുനോക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നും ഇന്നലെയൊക്കെ. കാരണം എന്തായി, ആ പെൺകുട്ടിക്ക് എന്താണ്, കൂടുതലായിട്ട് വേറെ ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനകത്ത് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇത്രേ ഉള്ളൂ, ഒരു പിഞ്ച്. അതിൻ്റെ ഫോട്ടോയൊക്കെ ഇപ്പം കറങ്ങുന്നുണ്ട്. ആ കൊച്ചിൻ്റെയും ആ മോൻ്റെയും ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. എടോ എന്ത് പിഞ്ചു കുഞ്ഞാ അതൊക്കെ. 14. സത്യം പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും മനസ്സിൽ കിടന്ന് ഇങ്ങനെ തികട്ടുന്നെന്നൊക്കെ പറയത്തില്ലേ. ഇങ്ങോട്ട് എടുക്കും ആ വാർത്ത കേൾക്കുമ്പോൾ. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് അവനെ എന്ത് പറയാൻ, ഒരു പരിധിക്കുള്ളിൽ നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. കാരണം പൊടിയാണല്ലോ, പ്രായപൂർത്തൻ ആയിട്ടില്ലല്ലോ അവൻ. അതുകൊണ്ട് ഒരു പരിധിക്കുള്ളൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ പല ആളുകൾ, പല നാട്ടുകാർ വന്ന് പലതും പറയുന്നത് കേട്ടു. പല കഥകൾ, മനസ്സിലായില്ലേ? ആ പയ്യൻ വെള്ളം കുടിക്കാൻ ചെന്ന കഥയും ഇങ്ങനെയുള്ള പലതും കേൾക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രധാന കാര്യം വേറൊന്നുമല്ല, പൊക്കി, ആ ക്രൂരത ചെയ്തവനെ പൊക്കി, അവന് പണിയും കിട്ടും. പക്ഷേ എത്ര കൊല്ലത്തേക്ക് ആ പണി നീളും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെറുക്കൻ പുറത്തിറങ്ങി അടുത്ത പരിപാടിയും കൊണ്ട് വീണ്ടും ഇറങ്ങും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കാരണം പ്രായം. എന്നാൽ ഈ വാർത്ത ഇത് നിങ്ങൾ കേട്ടിരിക്കണം. ഇതൊന്ന് കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഞങ്ങളുടെ കണ്ട അനുഭവമാണ്. 9ാം ക്ലാസ്സുകാരിയ ഒരു കുട്ടിയുടെ കട്ടിലിനടിയിൽ 3 ദിവസമായിട്ട് അവന്റെ കാമുകൻ ഒളിച്ചിരിക്കുകയാണ്. ആ കുട്ടിയുടെ +1 പഠിക്കുന്ന ആ കുട്ടിയുടെ ചേട്ടത്തിക്ക് അറിയാമായിരുന്നു ഈ സംഭവം. എന്നിട്ട് പോലും അമ്മ അറിഞ്ഞില്ല, 2ാമത്തെ നിലയിൽ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്. സത്യം പറഞ്ഞ ആദ്യമേ ആർക്കിട്ടാ കൊടുക്കണ്ടേന്നറിയാവോ? +1 പഠിക്കുന്ന സഹോദരി ഒരുത്തിയുണ്ട്. അവക്കിട്ട് വേണം ഫസ്റ്റ് കൊടുക്കാൻ, അല്ലേ? നിങ്ങൾ പറ. മറ്റേ കൊച്ചിനെക്കാട്ടിലും 2 വയസ്സിന് മൂത്തതല്ലേ?
ഇച്ചിരി ബോധമുണ്ടായിക്കൂടെ? അനിയത്തിയുടെ കാമുകനെ കട്ടിലിനടിയിൽ 3 ദിവസം. ഒന്ന് ആലോചിച്ച നിങ്ങൾ. കാലത്തിന്റെ പോക്കേ, എങ്ങോട്ടാണ് കാലത്തിന്റെ പോക്ക്? ആ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ എല്ലാവരും ഇനിയും ഇതിപ്പോ നാട്ടുകാരെങ്ങാനും അറിഞ്ഞല്ലോ. എന്താണെങ്കിലും ഇത് അടുത്തുള്ള ആൾക്കാരൊക്കെ എന്തായാലും അറിഞ്ഞു കാണും. ആ പോലീസുകാരൻ എന്തായാലും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പുള്ളി എന്തായാലും ദൈവം സഹായിച്ച ആരുടെ പേരോ ഒന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ എന്താണെങ്കിലും അയൽവക്കത്തക്കാരും ഒക്കെ അറിഞ്ഞു കാണുമല്ലോ. എന്നും ആ അച്ഛനും അമ്മയ്ക്കും ഒരു പഴിയായോ അത്? എന്നും എക്കാലവും അവരുടെ ജീവിത അവസാനം വരെയും ഏതെങ്കിലുമൊക്കെ 1-2 പേര് അവിടെ ഇവിടെ ഇരുന്ന് പറയും, അവരുടെ മോളുടെ കട്ടിലിനടിയിൽ നിന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുക, അതിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയിട്ടുണ്ട് ഒരുത്തന്നെ. പറയത്തില്ലേ? പറയും. ആർക്ക് പോയി? ആ അച്ഛനും അമ്മയ്ക്കും പോയി. മാനം പോയില്ലേ അവരുടെ? 2 പെമ്മക്കളാ. ഒന്ന് ആലോചിച്ചേ. ആ കട്ടിലിനടിയിൽ കിടന്നവനെ പറയാതിരിക്കുന്നില്ല ഞാൻ. പക്ഷെ അതേപോലെ തന്നെ പറയണ്ടേ ആ 2 ചുന്ദരികളെ? പറയണ്ടേ? ഇവിടെ എന്തുണ്ടെങ്കിലും പെൺകുട്ടികൾക്കൊരു ചെറിയൊരു ഒരു കെയർ കൊടുക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോൾ ഒരു ആൺ പെണ്ണൊരു പ്രശ്നം വന്നാലും പെൺകുട്ടിയെ ഒന്ന് മാറ്റി നിർത്തി ആണിനെ പിടിച്ച് കുനിച്ചു നിർത്തി ഇടിക്കും. പക്ഷെ എന്താണെങ്കിലും പറയാനുള്ള പറയണം. ആ 2 എണ്ണത്തിനെയും പറയണം. എന്നിട്ട് ആ കട്ടിലിനടിയിൽ കിടന്നവരെ 3 ദിവസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക്. പിന്നെ എന്തൊക്കെയാ അവിടെ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ. നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടായിരുന്നോ? കുറച്ചായി ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ ഇത്? എനിക്കിപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ 14 മലപ്പുറത്ത് നടന്ന ആ ഒരു വിഷയം കേട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതാ പെട്ടെന്ന് ഓർമ്മ വന്നത്. മനസ്സിലായില്ലേ? കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക്. ഉപദ്രവം വേണ്ട. ഒരു വടിയെടുത്ത് സ്വന്തം മക്കളെ ഇന്ന് തല്ലാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇന്ന് നമ്മുടെ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, കേരളം. ഇനി വേറൊരു വ്യക്തി ഈ കരുവാരക്കുണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഒരെണ്ണം പുറത്ത് വന്നതാണ്. അതിലൊരു വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. എന്നിട്ട് വേറൊരു കാര്യം. മാനൊക്കെയാണ്. പിന്നെ നമ്മളവിടുന്ന് കേരളം പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, പെട്ടെന്ന് വരുന്ന കുട്ടികളെ, അവർ 3:45 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ 5 മണി 5:45 6 മണിയുടെ ലാസ്റ്റ് ബസ്സിനൊക്കെ വലിയ തിരിച്ചു പോവുക. കുറച്ച് പെൺകുട്ടികൾ വെറും കുതിരകളി തന്നെയാണ്. അപ്പോൾ ഈ വീട്ടുകാർക്കൊന്നും ഇത് രക്ഷിതാക്കൾക്കൊന്നേ ഈ കുട്ടികളിങ്ങനെ നേരം വഴുകി വരുന്നതിന് പ്രശ്നമല്ലേ? ഇവിടെ വന്നിട്ട് നമ്മളെ ഈ കോണിക്കൂട് ഇതിൻ്റെ മുകളിൽ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഇവർ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഈ 10ൻ്റെ താഴെ പഠിക്കുന്ന കുട്ടികളായിട്ടാണ്. ചെക്കന്മാർ അവിടുന്ന് ഇവിടുന്ന് വരുന്ന ചെക്കന്മാരാണ്, ഇവരെ കൂടെ ചെക്കന്മാരല്ല. ഒക്കെ തരിശത്തെയും അവിടുത്തെ ഇവിടുത്തെ കുട്ടികളാണ്. അതൊന്ന് ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ രക്ഷിതാക്കളോടൊന്ന് വന്ന് കുട്ടികൾ സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി. ഇവിടെ എന്താ പറയുക, ബസ്സുകൾ ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ, അതിനൊന്നും കയറില്ല അവർ. അത് ലാസ്റ്റ് വണ്ടിക്കൊക്കെ കയറുക. അതുവരെ ഒരു ഇതിലേക്ക് ഇറങ്ങിയടിക്കും, കുറേ ഹോസ്പിറ്റലിൻ്റെ ബാക്കിക്ക് അല്ലെങ്കിൽ ഹോമിയോൻ്റെ ബാക്കിക്ക് അല്ലെങ്കിൽ നമ്മളെ കോണിക്കൂടിൻ്റെ ഇതിലേക്ക് ഇറങ്ങും. ഇവിടുന്ന് എത്രയോ ആട്ടി വിട്ടാലും പോകില്ല, നമ്മളോട് ചൂടാവും ചിലപ്പോൾ കുട്ടികൾ. അതിൽ എല്ലാ ഐറ്റം കുട്ടികളും ഒക്കെ നമ്മൾ ഗവൺമെൻറ് സ്കൂളത്തെ കുട്ടികളാണ് കൂടുതലും. ഈ പിന്നെ ചോക്ലേറ്റും ഇതിനൊക്കെ പോകുമ്പോൾ ലാസ്റ്റ് ബസ്സിനൊക്കെ അവർ പോവുക. 3:45 സ്കൂൾ വിട്ടാൽ ഇതിലുണ്ടായാലുണ്ട് സാധാരണ. ഇപ്പോൾ പിന്നെ ഒരു പരീക്ഷൻ്റെ ടൈം ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉച്ച മുതൽ തന്നെ ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ കേരളം ഇങ്ങനെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിലൊന്നും ഇതേമാതിരി ഒരു പൊതുവായിട്ടുള്ളൊരു വർത്തമാനം പറയുമ്പോൾ അവർക്കൊരു വീട്ടുകാർക്ക് ചിലപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും സ്കൂളിൽ സ്പെഷ്യൽ അത് ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. എല്ലാ മാതാപിതാക്കന്മാരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മാതാപിതാക്കന്മാരിലേക്ക് വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. എനിക്കൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇപ്പോൾ ഒരു വ്യക്തി അദ്ദേഹം വേറൊരാളോട് സംസാരിക്കുമ്പോഴും കുറ്റമാർക്ക മാതാപിതാക്കന്മാർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാതാപിതാക്കന്മാർ ഈ വീഡിയോ മൊത്തത്തിൽ കാണണം. എന്നും നിങ്ങളെ മറ്റുള്ളവർ പഴി പറയുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ പഴി പറയുള്ളൂ മക്കളെ ഏതെങ്കിലും വഴിക്ക് പോയി കഴിഞ്ഞാൽ, അല്ലേ? അതെ, 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ആദ്യത്തേത് മൊബൈൽ ഫോൺ. എന്തിനാ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് എന്തിനാ മൊബൈൽ ഫോൺ? ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക്, +2 താഴെയുള്ള കുട്ടികൾക്ക് എന്തിനാണ് മൊബൈൽ ഫോൺ? പിള്ളേർ ചിലപ്പോൾ പറയുമായിരിക്കും വാട്സപ്പ് വഴിയാണ് ഇന്നെല്ലാം, വാട്സപ്പ് വഴിയാണ് എല്ലാം. വാട്സപ്പ് വഴി വേണ്ടെന്ന് പറഞ്ഞേക്കണം. സ്കൂളിൽ ചെന്നത് കംപ്ലൈൻറ്റ് ചെയ്യണം. നിങ്ങൾ സ്കൂളിൽ നേരിട്ട് ചെല്ലണം, പറയണം, പ്രിൻസിപ്പളിനോട് പറയണം, ടീച്ചേഴ്സിനോട് പറയണം, വാട്സപ്പ് വഴി ഒരു തേങ്ങയും വേണ്ട. എന്തുണ്ടെങ്കിലും പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ്, മനസ്സിലായോ? വാട്സപ്പ് വഴി അല്ല പരിപാടികളൊന്നും, ഈ നോട്ട്സ് അയക്കുന്നതും പരിപാടിയൊന്നും എല്ലാം സ്കൂൾ വഴി തന്നെ. അങ്ങനെ മറന്നുപോയോ ആ പഴയ കാലം? ഞാനൊക്കെ ഓർക്കുന്നുണ്ട്.
ചില പാരൻസ് നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയി കാണുമായിരിക്കും, ഇല്ലെങ്കിൽ പുതുതായിട്ട് ഉള്ള പാരൻസ് ഉണ്ടല്ലോ, അവര് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളുടെ കാലത്ത് എങ്ങനെയായിരുന്നു എന്ന്. അതുപോലെ തന്നെയൊക്കെ ഇന്നും പഠിക്കുക. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വാട്സപ്പിലൂടെയുള്ള അസൈൻമെന്റും നോട്ട് അയക്കലിനും പരിപാടിയും അങ്ങ് നിർത്തിക്കണം. സ്കൂളുകൾ തന്നെ ഇടപെട്ട് ആ പരിപാടി അങ്ങ് നിർത്തണം കംപ്ലീറ്റ്ലി. ഫോണിന്റെ ആവശ്യമില്ല പിള്ളേർക്ക്. സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് ആരെ വിളിക്കാനാ? ട്യൂഷന് പോകുമ്പോൾ എന്തിനാ? ബാക്കിയുള്ള സമയം അവർ വീട്ടിലായിരിക്കത്തില്ലേ? കളിക്കാൻ പോകുമ്പോൾ തൊട്ടടുത്ത് വല്ലതും ആയിരിക്കത്തില്ലേ? ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രാക്ടീസ് അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോകുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ കീപാഡ് ഇല്ലാത്ത ഫോൺ കൊടുക്ക്. അങ്ങനെ ഒരു നിയമം വരണം അധികം വൈകാതെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. കാരണം പോകുന്ന വേറെ തലത്തിലേക്കൊക്കെയാണ്. മനസ്സിലായോ? ഇപ്പൊ ദേ കട്ടിലടിയിൽ ഓരോരുത്തന്മാർ കയറാൻ തുടങ്ങി. എങ്ങനെയാ കയറുന്നത്? 9 പഠിക്കുന്ന കൊച്ച് സ്കൂളിൽ പോയാൽ തിരിച്ച് വീട്ടിൽ വരുന്നൊരു കൊച്ചിനെ സ്കൂളിൽ പഠിക്കുന്ന ഒരുത്തിനുമായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും മനസ്സിലാക്കാം. ഇത് അങ്ങനൊന്നും അല്ല. ഇത് അവരെക്കാട്ടിലും പ്രായം കൂടിയ ആളുകളുമായിട്ട് എങ്ങനെ ഈ കുട്ടികൾ കണക്റ്റഡ് ആവുന്നു, അതിനെപ്പറ്റി ചിന്തിക്കണം. ഈ ഒരു സാധനം കൊണ്ട് മാത്രം ഇതുകൊണ്ട് ഗുണങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പിള്ളേർക്ക്, കുട്ടികൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം അവരുടെ കഴിവുകളിലേക്ക് പാട്ടോ ഡാൻസോ ആർട്ടോ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ട്, അത് അച്ഛനമ്മമാരുടെ മധ്യത്തിൽ ചെയ്യാം, അവരുടെ മധ്യേ ചെയ്യാം, അവരുള്ളപ്പോൾ ചെയ്യാം. പിടികിട്ടിയോ? അവരില്ലാത്തപ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞ് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തന്മാർ കട്ടിലടി കയറും. ഇല്ലെങ്കിൽ ഓരോ പാവം പിള്ളേർ കണ്ട കാട്ടിലും ഒക്കെ ആയിട്ട് തീരും. കാണുന്നുണ്ടല്ലോ നിങ്ങൾ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. സ്കൂളുകളിൽ നേരിട്ടെത്തി നിങ്ങൾ പറയുക, ഫോൺ വഴിയുള്ള പഠിപ്പീരും തേങ്ങയൊന്നും വേണ്ട. മനസ്സിലായോ? അത് ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം അത്. പിന്നെ കുട്ടികൾ ലേറ്റ് ആയിട്ട് വീട്ടിൽ ഡെയിലി വരുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം, പ്രോപ്പറായിട്ട് കാരണം അന്വേഷിക്കണം. പിടികിട്ടിയോ? കുട്ടികളുടെ ബാഗും കാര്യങ്ങളും ഒക്കെ വല്ലപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുക. മറ്റേ ജയിലിലിടുന്നതാണ് അവരെ വളർത്തണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വളർന്നത്. ജയിലിലൊന്നും അല്ലായിരുന്നേ, ആവശ്യത്തിനുള്ള എല്ലാ ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ദൈവം സഹായിച്ചിട്ട് ഇവിടെ വരെ എത്തി. അകത്തൊന്നും പോകേണ്ട ഗതികേട് വന്നില്ല ഇത്രയും കാലത്തിനിടയ്ക്ക്. എന്തായാലും മുമ്പോട്ട് കാര്യം പിടികിട്ടിയല്ലോ. എല്ലാവരും ഇനിയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരും കുറച്ചും കൂടെ ഒന്ന് കെയർഫുൾ ആവണം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ. ഇല്ലെങ്കിൽ എന്താകും എന്ന് പറയാൻ പറ്റില്ല. ഇനി കരുവാരക്കുണ്ട് അവിടുത്തെ 1-2 നാട്ടുകാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇത് നിങ്ങളൊന്ന് വളരെ വ്യക്തതയോടെ കേൾക്കുക, എന്നിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. അവന് പിന്നെ ആ വീട്ടിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് അവൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പിന്നെ അവൻ്റെ അച്ഛൻ്റെ കൂടെ പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മളെ നമ്പർ വാങ്ങിയിട്ട് പിന്നെ ഇവരുടെ പോലീസ് കൈമാറുക ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വന്നിട്ട് ഇവനെ ചീറ്റ് ഇറക്കിയിട്ട് അവിടെ നടന്നു അല്ല, പോലീസ് എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ ടവർ ലൊക്കേറ്റ് ചെയ്താണ് തൊഴിലുറപ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. പോലീസ് അവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഫോണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പോലീസിനെ കണ്ടതിന് ശേഷം എന്ത് ചെയ്തു? അവിടെ ഒന്നും കാണുന്നില്ല. രണ്ടാമത് ചോദിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ അപ്പുറത്തോട്ട് മാറിയെന്ന് പറഞ്ഞു. ഏകദേശം എത്ര മണിക്കായത് ഇപ്പൊ ഈ കുട്ടിയുടെ ഫോൺ ഈ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ട്രാക്ക് ചെയ്യുന്നത് പോലീസ് വരുന്നത്? 8-9 മണി രാത്രി. ഇവൻ ഈ വീട്ടിലേക്ക് പോകുന്നത് ഏകദേശം എത്ര മണിക്കായിരുന്നു? ഏകദേശം അതിന് ഒരു 10 മിനിറ്റ് ദൂരത്തിനുള്ളതുള്ളൂ. അവൻ ഓടി 10 മിനിറ്റ് കൊണ്ട് എത്താനുള്ള ഇതേ വരുന്നുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ തൊടിയപ്പുറം റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ അവിടെ CCTV ഉണ്ടാവും? ഇല്ല, അവിടെ CCTV കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എന്തിനാ ഇത് കേൾപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? വേറെ ഫലഭൂയിഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനല്ല. ഫോണിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് എത്തിയത്. ഓക്കെ, എന്തിനാണ്? വീണ്ടും ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് 14ഉം 16ഉം വയസ്സുള്ള കുട്ടികൾക്ക് ഫോൺ? എന്തിന്? ഇപ്പം ചില ആളുകൾ പറയുമായിരിക്കും അതുകൊണ്ടാണല്ലോ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് വന്നതെന്ന്. എടേ, ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്യേണ്ട കാര്യം എന്തിനായിരുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? പോയത് കൊണ്ടല്ലേ? ഒരുത്തൻ സ്കൂളിൽ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയത് കൊണ്ടല്ലേ? അവൻ വിളിച്ച ഉടനെ കൂടെ പോയത് കൊണ്ടല്ലേ? അവന് സംശയരോഗം ഉണ്ടാകാം, മനുഷ്യന്മാരാണ്, സംശയരോഗം വരും. ഓക്കെ, പക്ഷെ അതിൻ്റെ പേരിൽ വേറൊരാളെ ഇല്ലാതെയാക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി എവിടുന്ന അവനൊക്കെ അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റി വരുന്നത്? അങ്ങനെ വിളിച്ചിറക്കിയ ഉടനെ പോകാനുള്ള ആ കുട്ടിയുടെ ഒരു ധൈര്യം. ഈ സ്കൂളിൽ നിന്ന് കുട്ടി പോയപ്പോൾ എന്തുകൊണ്ട്
സ്കൂളുകാർ അതറിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു കുട്ടി സ്കൂളിൽ എത്തിയില്ല എങ്കിൽ അവരുടെ സ്കൂളിൽ എന്തുകൊണ്ട് അത് അറിയിച്ചില്ല? പ്രൈവറ്റ് സ്കൂളുകൾ നിങ്ങൾക്കറിയാമായിരിക്കും, പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർ കാണുന്നുണ്ടായിരിക്കും ഇത്. അവിടെ ഒരു കുട്ടി ചെന്നില്ല എങ്കിൽ, ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടി ചെന്നിട്ടില്ല എങ്കിൽ നേരെ വീട്ടുകാരുടെ ഫോണിലേക്ക് മെസ്സേജ് ചെല്ലും, ഇല്ലേ? ചെല്ലും. എന്തുകൊണ്ട് സർക്കാർ സ്കൂളുകളിൽ ആ ഒരു പരിപാടി വരുന്നില്ല? എന്താണെങ്കിലും ഫോണൊക്കെ ഉണ്ട്, പിള്ളേർക്കും എല്ലാത്തിനും അങ്ങോട്ട് തള്ളിക്കയറ്റി കൊടുത്ത് മറ്റേത് മറിച്ചത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം എല്ലാം ഉണ്ടല്ലോ. സർക്കാർ സ്കൂളുകളും മേളിലോട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? കുട്ടികളുടെ സേഫ്റ്റി എന്തുകൊണ്ട് ഉറപ്പാക്കുന്നില്ല? എന്തുകൊണ്ട്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്? ഫോണുകൾ കുട്ടികളിൽ നിന്ന് അവോയ്ഡ് ചെയ്യിപ്പിക്കുക. കൂടാതെ ഒരു സ്കൂളിൽ ഒരു കുട്ടി ചെല്ലുന്നുണ്ടോ ഇല്ലയോ എല്ലാം പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക, വീട്ടുകാരെ അറിയിക്കുക. വീട്ടുകാരും കുട്ടികളിൽ ഒരു കണ്ണ് വെക്കുക. അവരുടെ ബാഗ്, അവരുടെ റൂം, ഇതൊക്കെ നോക്കിയേ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. പണ്ട് ചിലപ്പോൾ ഇതൊന്നും വേണ്ടി വരത്തില്ലായിരിക്കും, പക്ഷെ ഇന്നതൊക്കെ വേണം. അതുകൊണ്ട് മാത്രമാണ് ഈ ചെയ്യുന്നത്. ഇച്ചിരി ഞാൻ ഈ പറയുന്നത് ഇച്ചിരി ക്രൂരതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പിള്ളേരുടെ മറ്റേ പേഴ്സണൽ സ്പേസിലേക്ക് ഇറങ്ങി ചെല്ലുന്നതാണെങ്കിൽ. പക്ഷെ ഇന്നത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇന്ന് നടക്കുന്ന കഥകളും ഒക്കെ പലതാ. എനിക്ക് ഇന്നലെ നടന്നതിനെക്കാട്ടിലും എന്നെ അതിശയിപ്പിക്കുന്നത് മറ്റേതാ. ഇന്നലെ നടന്നത് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, പോയി ആ പൈതല്. ഇനി എന്തിനാ? ചെയ്തവനെ പൊക്കി. അതിനു മുമ്പ് ആ പോലീസുകാരൻ പറയുന്നത് കേട്ടില്ലേ? 3 ദിവസത്തോളം കട്ടിലിനടിയിലൊക്കെ. എന്തുവാ ഈ കേൾക്കുന്നേ? നിങ്ങളും എല്ലാവരും ഒന്ന് പെൺമക്കളെയും ആൺമക്കളെയും ഒക്കെ ഒന്ന് കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.